വേട്ടക്കാരൻ ഡയറക്റ്റഡ് ബൈ ബാബു ശിവൻ, സ്റ്റാറിംഗ് തലപതി വിജയ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ പുള്ളി ഇളയ തലപതിയായിരുന്നു. തൂത്തുക്കുടിയിൽ നിന്ന് രവി എന്ന് പറയുന്ന ഒരു പയ്യൻ 4 പ്രാവശ്യം +2 എഴുതി തോറ്റ് ഡിഗ്രി പഠിക്കാൻ പോവുകയാണ്. പുള്ളിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് DCP ദേവരാജ് IPS ആണ്. പിന്നീട് പുള്ളി ഡിഗ്രി പഠിക്കാൻ ചെന്നൈ പോകുമ്പോൾ അവിടെയുള്ള കുറച്ച് ഗാങ്സ്റ്റേഴ്സും പുള്ളിയുമായിട്ടുള്ള ഒരു സംഭവമാണ് പിന്നീട് അങ്ങോട്ട് സിനിമ മൊത്തം. സംഭവം എല്ലാവരും പറയും പോലെ രക്ഷകൻ പരിപാടിയാണെങ്കിലും ഈ സിനിമ എന്ന് പറയുന്നത് ലേറ്റ് 90s early 2000 കിഡ്സ് ഇതെന്നും വിജയുടെ കിടിലം പടമായിട്ട് ഇന്നും ഓർത്തിരിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. കാരണം പോക്കിരി ഇറങ്ങി പുള്ളിയുടെ സ്റ്റൈലായ ടീഷർട്ടിന്മേൽ ഷർട്ട് ഇടുക, കർച്ചീഫ് കൊണ്ട് സ്റ്റൈല് കാണിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ നിൽക്കുമ്പോൾ അത് ഊട്ടി ഉറപ്പിക്കാൻ ഏറ്റവും നന്നായിട്ട് പറ്റിയതും പിന്നെ ആ ഒരു നാനടിച്ച താങ്കമാട്ടെ എന്ന പാട്ടിലെ ഇടിവളയുടെ സ്റ്റൈലും ഒക്കെ ഈ സിനിമയിലൂടെയാണ് കയറി വന്നതെന്ന് തന്നെ പറയാം. അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു സ്റ്റാർഡം ഊട്ടി ഉറപ്പിച്ച ഒരു സിനിമ തന്നെയാണ് അന്നത്തെ കാലത്ത് വേട്ടക്കാരൻ എന്ന് പറയുന്നത്. ഇതിനു മുമ്പിറങ്ങിയ വിജയുടെ തന്നെയായ അഴകിയ തമിഴ് മകൻ, കുരുവി, വില്ല് ഇതൊക്കെ ഇറങ്ങിയെങ്കിലും ഇതങ്ങോട്ട് ഫാൻസിനായാലും ക്രിട്ടിക്സിനായാലും അങ്ങോട്ട് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എല്ലാവരും കൂടെ പറഞ്ഞ ഒരു പടം പോക്കിരിയിൽ പുള്ളി ഉണ്ടാക്കിയ ഒരു സ്റ്റാറിനെ ഊട്ടി ഉറപ്പിച്ച ഒരു സിനിമ വേട്ടക്കാരൻ തന്നെയായിരുന്നു. ഇതിലെ ആൻ്റണിയുടെ മ്യൂസിക്കൊക്കെ എത്രയാണ് അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ടെന്നോ അന്ന് ഇത് കണ്ടവർക്കറിയാം. ഓളമാണ് ഈ സിനിമ അന്നുണ്ടാക്കിയത്. ഇതിലെ ഡയലോഗ്സ് ആയാലും വിജയുടെ സ്റ്റൈലായാലും ഇതിലെ വില്ലൻ വേദനായകം ആ പേര് പോലും ഇന്ന് മറക്കാതിരിക്കുന്നെങ്കിൽ ഈ സിനിമ അത്രയ്ക്കും ആ സമയത്ത് എത്രത്തോളം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും.